When we announce the drops. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടി വേണ്ടി. അതിനു വേണ്ടിയാണ് ഈ ബ്രാൻഡ്. And നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് വെബ്സൈറ്റ് ലൈവ് ആണ്. എന്നാ പിന്നെ ഈ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാലോ? ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടെ We present to you Sia by Ahadishika. SIAH. Sia. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സാരി 6499 രൂപയാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ ഇന്ന് ചിങ്ങ 1 എല്ലാവർക്കും പുതുവർഷ ദിനാശംസകൾ. പുതുവർഷത്തിലേക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഓണമൊക്കെ എത്തും. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം അഹാന കൃഷ്ണ ഒരു പുതിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ സാരി ക്ലോത്തിങ് ബ്രാൻഡ്. നമുക്കറിയാം നമ്മുടെ ദിയ കൃഷ്ണ ഓസിയുടെ ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് പ്രചാരത്തിലും വന്നു. അതിനുശേഷം അതിനകത്ത് നടന്നിട്ടുള്ള കുറേയധികം ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളും അവസാനം അതെല്ലാം ഇപ്പോൾ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്തുള്ള കൾപ്രിറ്റുകളൊക്കെ പിടികൂടുന്നു. എല്ലാ സംഭവം നമ്മൾ കണ്ടു. അത് ആ ഓസിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഓർണമെൻ്റൽ ലെവലുള്ള ഓർണമെൻറ്റ്സ് ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ അവിടെയും സാരിയുടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അഹാന കൃഷ്ണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അഹാന കൃഷ്ണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഹാനയുടെ ചാനലിലാണ് വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സാരി വളരെയധികം വില കൂടിപ്പോയി. അതായത് സാധാരണക്കാർക്ക്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത സാധാരണക്കാരെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ റിച്ച് പീപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം ഈ ഡ്രസ്സ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇത് വന്നിട്ട് പോലും 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിനകത്തുള്ളൊരു ബ്രീത്തിങ് സ്പേസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ടൈം കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് വിമർശനം, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം വിശദമായിട്ടൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മാന്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ പറയുന്ന പെൺകുട്ടികൾ, സീരിയസ്ലി ഞാൻ പറയാം, ഈ കൃഷ്ണകുമാർ ഫാമിലി, KK ഫാമിലി എന്ന് പറയുന്ന അതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികളോട് ഒരുപാട് അവരുടെ വളർച്ചയോട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരോടുള്ള ഹെയ്റ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് ഓഫ് അവരുടെ ഗ്രോത്ത് തന്നെയാണ്. അവർ സ്വന്തമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ഗ്രോത്ത് തന്നെയാണ്. അതിനോട് ചിലപ്പോൾ പലർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. എങ്കിലും നമുക്ക് ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില അഭിപ്രായങ്ങളായിരിക്കാം, പലരുടെയും അഭിപ്രായങ്ങളായിരിക്കാം. എന്തായാലും ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അമ്മ പറ. വേണ്ട, അമ്മ പറയട്ടെ. ഇല്ല, ഒരു ചേച്ചി. Okay. So we have a new beginning. ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാണ് മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ആൻഡ് ഫാഷൻ. അതാണ് ഈ ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ കദാഷിയാൻ ഫാമിലി എന്നൊക്കെ പറഞ്ഞ അതുപോലെ ഇവിടെ ഇപ്പം ഈ ഒരു സിസ്റ്റേഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എന്തുകൊണ്ട് ഇവരെ കൊണ്ടുവരുന്ന സംഭവങ്ങളെല്ലാം വളരെ സക്സസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അത് ശരിക്കും വളരെ ആൾക്കാരെ മനസ്സിലാക്കി തന്നെയാണ് അവർ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓസിയുടെ കാര്യത്തിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെ അഹാന കൊണ്ടുവരുന്നത് ഇപ്പം തന്നെ ഇവർ ഇരിക്കുന്ന ആ ഒരു ഡ്രസ്സും മറ്റുള്ള കാര്യം ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെയാണ് സെയിൽസിനും ഇട്ടേക്കുന്നത്. അതായത് ഇവരിട്ടിട്ടുള്ളതെന്നല്ല, ഇതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പം ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വി വാണ്ടഡ് ടു ഡു സംതിങ്. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷനാണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി. ഇവിടെ അഹാന പറയുന്ന ഈ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്രസ്സസ്, അഥവാ പലരും ചോദിക്കാറുണ്ട് നമ്മളിടുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ഷോർട്സോ ഒക്കെ ഇടുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്. എല്ലാവരും ഓൺലൈൻ ബയേഴ്സ് ആയത് മാറിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പോൾ യാത്ര ചെയ്ത് വാങ്ങുന്ന സംഭവത്തിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാന്നുള്ള കാര്യം, ലിമിറ്റഡ് പീസസ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. എടുത്തുകൂടാ. ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ കളക്ഷൻ ഡ്രോപ്പ്, വളരെ കുറച്ച് പീസസ് ഉള്ള, എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ when we announce the drops. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടി വേണ്ടി. അതിനു വേണ്ടിയാണ് ഈ ബ്രാൻഡ്. And നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് വെബ്സൈറ്റ് ലൈവ് ആണ്. എന്നാ പിന്നെ ഈ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാലോ? ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടെ We present to you Sia by Ahadishika. SIAH. Sia. Live now. Goodbye. Happy shopping.
അപ്പോൾ ഇവർ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് വളരെയധികം എനിക്ക് ഇതിനകത്ത് വേറെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലും പറയുക. വളരെ അവരുടെ ഡ്രസ്സിങ്സ് ആണെങ്കിലും ആ ഒരു സംഭവമാണെങ്കിലും പറഞ്ഞ കാര്യത്തിനകത്ത് ക്ലാരിറ്റിയോട് കൂടി വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് പറയുന്ന സംഭവമാണ്. അതായത് അവർ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും എടുക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതിൽ നിന്നുള്ള സംഭവമാണ്. ഇനി വന്നേക്കുന്ന ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ നമുക്ക് എന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് നോക്കാം. വെബ്സൈറ്റിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ടാണ്. ഇതിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കമൻറ്റിൽ നോക്കുക, സാരി എല്ലാം പണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റാണ്. 13K 14K ഒക്കെ സാധാരണക്കാർ ഇവരുടെ വീഡിയോസ് കണ്ട് സഹായിക്കും. അതായത് സാധാരണക്കാർ ഇവരുടെ വീഡിയോ കാണുന്നു, അതിൽ നിന്ന് വ്യൂസ് വാങ്ങി അവർ പണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് ഇറക്കി എന്നുള്ള രീതിയിലാണ് ഇവർക്കെതിരെ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ആ ഒരു എന്താ പറയുക, ആ ബ്രാൻഡിൻ്റെ ഇത് കൊടുത്തേക്കുന്നില്ല. എത്ര രൂപയാണ് ഇതിൻ്റെ പ്രൈസസ് നമുക്ക് നോക്കാം. പ്രൈസ് ഇപ്പോൾ എന്താ രീതിയിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് പ്രൈസ് നോക്കാം. ഇതാണ് സിയ. ഓക്കെ, അവർ തന്നെ ഈ ഇട്ടേക്കുന്ന സാരികളൊക്കെ ഉണ്ട് അതിനകത്ത്. അവർ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് നോക്കുക. 6499, അത് 6490. ഇതിൽ നമുക്ക് സോർട്ട് ബൈ എന്താണ് ലോവസ്റ്റ് പ്രൈസ് കൊടുക്കുക, ലോ ടു ഹൈ. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സാരി 6499 രൂപയാണ്. പീച്ച് ബ്ലൂം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സാരിയുടെ ടൈപ്പിനാണോ അതോ ആ ഒരു കളറിനാണോ എന്താണോ എന്നറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. 7999 ഔട്ട് ഓഫ് സ്റ്റോക്കായി. 10,000 എബോ 11,000 അടുപ്പിച്ചിട്ടുള്ള അത് 11,000 തന്നെ, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ ഉള്ളത് 11,000, 12,000, 13,000. ഓക്കെ, അതായത് 14,000 രൂപ മുതൽ 6,000 സംതിങ് 6,000 പ്ലസ് മുതൽ 14,000 രൂപ വരെയാണ് ഇതിനകത്ത് ഉള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 13,000 രൂപയ്ക്കുള്ള 12,500 രൂപയ്ക്കുള്ള സാധനം വരെയും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സോ ഈ ബ്രാൻഡ് അവർ വച്ചേക്കുന്നത് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വാങ്ങി. അവർ പറഞ്ഞു വളരെ ലിമിറ്റഡ് പീസാണ് ഉള്ളത്, അതിപ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് ഇപ്പോൾ വളരെയധികം എത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു സൈറ്റിനകത്ത് ആകെപ്പാടെ 2, 4, 6, 8, 10 സാരി മാത്രമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 10 സാരി ഇൻട്രൊഡ്യൂസ് ചെയ്തവർ വളരെ ലിമിറ്റഡ് പീസ് മാത്രമാണെന്നും പറഞ്ഞിട്ടാണ്. ഇവർ വളരെയധികം കൊമേഴ്ഷ്യലൈസ്ഡ് ആണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ, ഞാൻ സത്യം പറയട്ടെ, അവർ ഏറ്റവും ചീപ്പ് റേറ്റുള്ള സാധനമായിരിക്കും ആദ്യം എടുത്ത് കൊടുക്കേണ്ടി വരുന്നത്. ബ്രാൻഡിങ് എന്നുള്ള സാധനത്തിനെ കുറിച്ച് അധികം മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും ഇത്. പിന്നൊരു കാര്യമുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരുണ്ട്, അവർക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യൂ. അപ്പോൾ കമൻറ്റ് ബോക്സിനകത്തുണ്ട് ഇത് OCയുടെ ഇതിനകത്ത് ഇത്രയും വിലയില്ല എന്നുള്ളത്. സംഭവം ഇത് രണ്ടും രണ്ടാണ്. ഇവർ ഇത് എടുത്തേക്കെന്ന് വെച്ചാൽ വളരെയധികം എന്താണ് ക്ലോത്ത് മെറ്റീരിയൽ മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ അത്രയും വാല്യൂ വരുന്ന, അത്രയും അത് ആൾക്കാർ എന്താണ് വളരെയധികം റെയറായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ആ ഒരു ബ്രാൻഡിൽ അവർ കൊടുത്തേക്കുന്നുള്ളവർ മനസ്സിലായത്. സാരിയെല്ലാം പണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റാണ് 13K 14K. 13K 14K ഏറ്റവും ടോപ്പസ്റ്റ് ആണ്. 6,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ 6,000 ഒന്നും സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഈ നമ്മളിപ്പം ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ കാണുന്നത് സാരികളൊക്കെ എന്ന് വെച്ചാൽ 500, 1000 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിടിച്ച് തുടങ്ങും. അപ്പോൾ 1500, 1500, 2000 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആകെപ്പാടെ നമ്മുടെയൊക്കെ ചെറിയ ദൈനംദിന ജീവിതത്തിൻ്റെ അകത്തുള്ള ചെറിയ സാഹചര്യത്തിൻ്റെ അകത്ത് അതൊക്കെ വലിയ തുകയാണ് സത്യം പറയാമല്ലോ. അപ്പം അതിന് മേളിൽ വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് ലക്ഷങ്ങളായാലും വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ശേഷിയെ നമ്മൾ ഒരിക്കലും കളിയാക്കുക, റിച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കളിയാക്കാനോ കുറ്റം പറയുന്നതും പാടില്ല. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവർ ചിലവാക്കുന്നു, അതവർ ചിലവാക്കട്ടെ. സാധാരണക്കാരന് മീശോ ഉണ്ടല്ലോ, അതേ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നു. നന്നായിട്ട് പാവപ്പെട്ടവൻ്റെ കട. ട്രൂ വ്യൂസ് ഫുൾ മിഡിൽ ക്ലാസ് ആണ്. സത്യം നമ്മൾ അവരുടെ വീഡിയോ കാണും. ഇത് സാധാരണക്കാർക്ക് പറയാം, പക്ഷേ ഇവർ അതിനകത്ത് വ്യക്തമായി പറയുന്നുള്ളൂ, ഞങ്ങളൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ വന്ന് വാങ്ങുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ വളരെയധികം സെലക്റ്റീവായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എടുക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ലിമിറ്റഡ് പീസസ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഓരോരോ കമ്പനികളുടെ, ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, മെഴ്സഡസ് ബെൻസ് ആയിക്കോട്ടെ, ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള സാധനമുണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത തലമോഹ വില എന്ന് പറയും. അതുപോലുള്ള സാധനം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഗുഡ് സ്ട്രാറ്റജി, വ്ളോഗ്സ് ഫോർ കോമൺ പീപ്പിൾ, ബിസിനസ് ഫോർ റിച്ച് പീപ്പിൾ. ഞാനിത് ഇവരുടെ ആൾക്കാരും കാണുകയാണെങ്കിൽ, അഥവാ ഈ അഹാന കൃഷ്ണ നമ്മളെ വീഡിയോസ് ഒന്നും കാണാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ പറയാം, സ്വാഭാവികമായിട്ടും ഒന്ന് അഹാന അല്ലെങ്കിൽ ഈ ടീമിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കോമൺ പീപ്പിൾ എന്ന് പറയുന്ന സാധാരണക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കണം. അതിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബ്രാൻഡ് എങ്ങനെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതൊരു നെഗറ്റീവാവൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളിപ്പോൾ ആര്യ ബഡായി കുറച്ച് നാൾ മുമ്പ് കാഞ്ചീപുരം സിൽക്സ് പുള്ളിക്കാരത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതുപോലത്തെ ആരോപണം വന്നു, വലിയ പൈസയാണെന്ന്. പക്ഷേ കാഞ്ചീപുരം സിൽക്സ് സാരി എന്ന് പറയുന്ന സാധനം അതിന് ആ പ്രൈസിലേ കിട്ടുകയുള്ളൂ. അത് പുള്ളിക്കാരത്ത് വളരെ ബോൾഡായിട്ട് ഒന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വളരെയധികം ലിമിറ്റഡ് സ്റ്റോക്കിൽ മാത്രമുള്ള സാധനം വളരെ കുറച്ച് മാത്രമാണ് അവർ സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രൈസിംഗ് എന്നുള്ള സാധനം ഇനി
കൂടുതൽ അവർ സ്റ്റോക്ക് എടുക്കുന്നു, കൂടുതൽ സാധനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ സാധാരണക്കാരിലേക്ക് കൂടെ എത്തും എന്നുള്ളതാണ്. അവരൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. You guys have definitely put a lot of thoughts in your sari business, and no doubt the designs are gorgeous. But honestly, looking at the prices, it feels like you are there only for the rich crowd. റിച്ച് ക്രൗഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് മെജോറിറ്റി കുറേയധികം കമൻസും അങ്ങനെ തന്നെയാണ്. their target is only rich people, not for their common subs. സോ ഈ ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവർ എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് നമുക്കൊരിക്കലും അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. ലുലു ഗ്രൂപ്പിലെ നമ്മുടെ പുള്ളിക്കാരനോട് പോയിട്ട് നാളെ ഇങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പുള്ളിയുടെ ഇഷ്ടമാണ്. അതുപോലെ ഇവരെ ഒരു ബിസിനസ് തുടങ്ങി വയ്ക്കുന്നു, അത് എങ്ങനെ ആവണം എന്നുള്ള കാര്യവും അത് എങ്ങനെ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം വരുന്നത് സാധാരണക്കാരാണ്. ആ സാധാരണക്കാരുടെ ശബ്ദങ്ങൾക്കും കൂടെ ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് അവർക്ക് അഫോർഡബിൾ ആയിട്ട്, എന്ന് വെച്ചാൽ ഇപ്പോൾ 500 രൂപയ്ക്ക് ഇറക്കണമെന്നല്ല, ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ 1000 2000 ഒക്കെ റേഞ്ചിൽ ചിലപ്പോൾ പറ്റിയേക്കാം. ആ ഒരു തരത്തിലേക്കുള്ള നല്ല ഇതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് ബിസിനസ് കൂടും. കാരണം മെജോറിറ്റി കൂടുതലും ഈ സാധാരണക്കാർ തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ഇപ്പം 500 രൂപയ്ക്കുള്ള സാരി എന്നുള്ള സാധനം പോലും വാങ്ങാൻ പറ്റാത്തവരെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരിടത്ത് ചായ കുടിക്കാൻ നിന്ന സമയത്ത് ഞാനിത് കണ്ടതും നമുക്കൊരു വിഷമം തോന്നിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ സ്കൂൾ വിട്ട് ഒരു കുട്ടി അമ്മയായിട്ട് പോകുന്നു. അപ്പം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പുറത്ത് ഈ മറ്റേ നമ്മുടെ പലഹാരത്തിൻ്റെ സംഭവം എന്തോ, ഇത് ഇവിടെയൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല, പലഹാരത്തിൻ്റെ അതിൽ നിന്ന് അവസാനം വരുന്ന ചെറിയ പുട്ടുപൊടി പോലുള്ള സാധനം, പുട്ടുപൊടി എന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് വരുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് പൊട്ടി വീഴുന്ന സാധനങ്ങൾ, അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഒന്ന് വാരി അത് കഴിച്ചുകൊണ്ട് പോകുന്നു, അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നു. വളരെ സന്തോഷത്തോടെ അവർ പോകുന്നത്, അവർക്ക് കടക്കാർക്കോ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇത് ഞാൻ കണ്ടപ്പോൾ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ, അത് വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാനും വേണ്ടിയിട്ട് കഴിയാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കുള്ള സാരി എന്നുള്ള കാര്യം പോലും നമ്മുടെ മുമ്പിലില്ല, നമ്മളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് ഓണം വരുന്നു, എല്ലാ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും കൂടെയാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഓണം വരുന്ന സമയത്ത് കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. കാരണം അവരൊരുപാട് പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ ഓണാഘോഷങ്ങൾ, മറ്റുള്ള പല കാര്യങ്ങൾ, ചിലവുകൾ ഒരുപാട് വരുന്ന സമയം. അപ്പോൾ അതൊക്കെ ചിന്തിക്കുന്ന സാധാരണക്കാർ അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ അകത്ത് വരുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളുള്ള ആൾക്കാരൊക്കെ വളരെ കൂടുതലുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവർ പറഞ്ഞതിനകത്ത് അഹാനയും അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നില്ല. കാരണം തുടങ്ങിയിട്ട് 2 ദിവസം മാത്രമായിട്ടുള്ളൂ, നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരുടെ ബ്രാൻഡിൻ്റെ ഒരു വിഷൻ എന്നുള്ള കാര്യം അവരുടെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷേ അവരോട് ചോദിക്കുന്ന ഈ പറയുന്ന സാധാരണക്കാരുടെ ചോദ്യങ്ങൾ മാന്യമായി അവർക്കൊന്ന്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫാമിലി അഥവാ ഈ ഒരു ഇതിനകത്ത് അവർ ചിലപ്പോൾ ഇനിയും ആഡ് ചെയ്യുന്നതിനകത്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ടുവരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ തോന്നൽ മാത്രമാണ് കേട്ടോ, ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സൊക്കെ എത്ര പെട്ടെന്ന് കൂടും. അത് അഹാനയ്ക്കും ആ ഒരു ഷോപ്പിനും ഗുണം ചെയ്യുന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴൊരു ചിന്തിക്കേണ്ട ചീപ്പായിട്ടുള്ള സാധനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. ഇന്ന് ഉപയോഗിച്ച സാധനം 10 വർഷം കഴിയുമ്പോഴേക്കും ചില ആൾക്കാർ പറയുന്നത് ഞാൻ അന്ന് വാങ്ങിച്ചാണ് ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയും കൂടെ ഉള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ചെക്ക് ദ വെബ്സൈറ്റ് ഓൺലി ഫോർ റിച്ച് പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് എല്ലാം റിച്ച് പീപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ സ്ട്രാറ്റജി കൊള്ളാം. യുവർ വ്ളോഗ്സ് ആർ എയിം ടു കോമൺ പീപ്പിൾ ടു ബിസിനസ് ടു റിച്ച് പീപ്പിൾ. വെച്ചാൽ എല്ലാവരും മെജോറിറ്റി കമൻസും അങ്ങനെയാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതായത് ഇതിനകത്ത് സാധാരണക്കാരുടെ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്ന സാധനം ഒരാളുടെ ബിസിനസ്സിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവരെ കാണുന്ന സാധാരണക്കാർക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കൂടെ പരിഗണിക്കും എന്നുള്ള കാര്യം പറയാം, അഭിപ്രായമായിട്ട് പറയാം, അതൊരു റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കാം. അല്ലാതെ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഒരു അഡ്രസ്സ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം അഹാനയും അവരുടെ പുതിയ ബ്രാൻഡും ഒക്കെ നന്നായി വരട്ടെ. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കോൺട്രവേഴ്സി ആവുകയാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ അവർ പൈസ മുടക്കാതെ തന്നെ അവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ബ്രാൻഡിൻ്റെ ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. നല്ലത് വരട്ടെ. സ്ഥാപനം അഥവാ ഈ ഒരു വെബ്സൈറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പുതിയ സംരംഭമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സാധാരണക്കാരുടെ ശബ്ദങ്ങളും കൂടെ കേട്ട് അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ 500 രൂപയ്ക്കൊന്നും ഈ പറയുന്ന ബ്രാൻഡുകൾ ഈ ബ്രാൻഡിലുള്ള ഒരു ക്വാളിറ്റി ഡ്രസ്സ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റുന്ന തരത്തില്ല. ചിലപ്പോൾ 500 എന്നുള്ളതിനപ്പുറം ഇപ്പോൾ നമ്മൾ സാധാരണക്കാരാണെങ്കിലും നമ്മൾ സാംസങ്ങിൻ്റെ 20,000 രൂപയുള്ള ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ സാധാരണക്കാരാണെങ്കിലും നമ്മൾ കാർ ഉപയോഗിക്കുന്നവരാണ്, ബൈക്ക് ഉപയോഗിക്കുന്നവരാണ്, ദൈനംദിന ജീവിതത്തിൻ്റെ അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ഗോൾഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഗോൾഡ് ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ല. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 1000 എന്നുള്ളതോ 2000 എന്നുള്ളതോ ഒക്കെ തരത്തിലേക്കുള്ള ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് പറ്റുവാണെങ്കിൽ സാധാരണക്കാരെയും കൂടെ എയിം ചെയ്തുകൊണ്ട് അവരുടെ ഈ ഒരു വാക്കിനൊരു വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. OCയുടെ കാര്യത്തിൻ്റെ അകത്ത് OCയുടെ
ബ്രാൻഡിൻ്റെ അത് OBY OC അതിനകത്താണെങ്കിൽ ഈ പറയുന്ന വളരെ ചീപ്പായിട്ടുള്ള സാരീസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സംരംഭത്തിൻ്റെ അഹാനയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പുതിയ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അവരുടെ പേരുകളിൽ നിന്നുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇനി അടുത്തൊരു കോൺട്രവേഴ്സി അല്ല, ചില ആൾക്കാരുടെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ദിയ കൃഷ്ണ ഇല്ല എന്നുള്ള കാര്യമാണ്. അത് എനിക്കറിയത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ട്. ദിയയ്ക്ക് ഓൾറെഡി ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ പിന്നെ ദിയയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യം അവർക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. അവരൊരു ബ്രാൻഡിൻ്റെ ഒരു പേര് സെലക്ട് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വെറുതെ അവർക്കിടയിൽ ഒരു ഇത് ഉണ്ടാവുക. എന്നാൽ ആ കുട്ടി ഇപ്പം റീസെൻ്റ്ലി ആണ് അത് പ്രസവിച്ച് അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നത്. അപ്പം അവരവരുടെ ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. അപ്പം നമുക്കും സ്വാഭാവികമായിട്ട് കാണുന്ന സമയത്ത് അഭിപ്രായം പറയുന്നവർക്ക് അഭിപ്രായം പറയാം. എങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് എനിക്കിത്രേ പറയാനുള്ളൂ, അവർ ഒരു വളരെ ക്വാളിറ്റിയുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണ്. അത് വളരെയധികം ടോപ്പ് നോച്ച് ആയിട്ടുള്ളതെന്ന് പറയുന്നില്ല, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊരു സാധാരണക്കാരെയും കൂടെ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ റിക്വസ്റ്റ് വന്നേക്കുന്നത്. അതവർ പരിഗണിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. പരിഗണനയല്ല, അതൊരു കണക്കെടുക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.